അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അന്ന് പുലർച്ചെ തന്നെ അതാ ആസിഫ് ഷമീറിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അല്ലാ, സുബൈഹ് ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ. അതിനു മുമ്പേ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തായി ആസിഫ്, നീ എഴുന്നേറ്റോ? പിന്നെ ഇന്ന് സുബൈഹിന് പള്ളിയിലേക്ക് ഞാൻ ഉണ്ടാവും കേട്ടോ. ആയിക്കോട്ടെ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഞാൻ എഴുന്നേൽക്കട്ടെ. എന്താ, ഞാൻ ഉണർത്തിയോ? അല്ല, ഉറങ്ങേണ്ട സമയമായിക്കണേ. ഇന്നലെ ഒരുപാട് സമയമായി ഉറങ്ങിയപ്പോൾ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ലേറ്റായി. കാരണം എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പിന്നെ ഉമ്മയോട് ഇതിനെക്കുറിച്ച് പറയണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. കാരണം എൻ്റെ ആസിഫിൻ്റെ ഫ്രണ്ടിനെ പെണ്ണ് കാണാൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ പിന്നെ ഉമ്മ എന്ത് വിചാരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. പക്ഷേ എനിക്ക് എന്തെന്നില്ലാത്തൊരു വിഷമം. സത്യം പറ എൻ്റെ ആസിഫേ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സത്യമായിട്ടും നീ പറഞ്ഞ കാര്യം അത് എന്താടാ, നിനക്കിപ്പോൾ വേണമെന്നുണ്ടോ? അല്ല, വേണമെന്നുണ്ടായിട്ടല്ല. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടോ? അതോ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചോദിച്ചത്? എൻ്റെ പൊന്നാര് ഷമീർ, എന്തിനാ കളിയാക്കേണ്ട ആവശ്യം? കളിയാക്കേണ്ട ഒരു ആവശ്യമില്ല. കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല അങ്ങനെ ചോദിച്ചത്. കാര്യത്തിൽ തന്നെയാണ്. അത് വിട്. ഓക്കെ, ആ വിഷയം നമുക്കിത് വേണ്ട. ഇന്നലെ ക്യാൻസൽ ചെയ്തതാണ്. എന്നാൽ അത് കേട്ടപ്പോൾ ഷമീറിൻ്റെ മനസ്സിൽ ചെറിയൊരു സങ്കടം വന്നു. അല്ലടാ, എന്നാലും ആ കുട്ടി എന്താ ആ കുട്ടി എനിക്ക് ചിത്രമൊക്കെ വരച്ച് തന്നതായപ്പോൾ എനിക്ക് തോന്നുക എൻ്റെ മനസ്സിലേക്ക് വേണ്ട, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നീ ആ സീനത്തിൻ്റെ ഓർമ്മകളിൽ മാത്രം അലിഞ്ഞു നിന്നാൽ മതി. ഇനി ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. എന്താ? അല്ല ആസിഫ്, ഞാൻ വേണ്ടാത്ത ഒന്നും ചിന്തിക്കേണ്ട, നല്ല മാത്രം ചിന്തിക്കുക. ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നീ പള്ളിയിലേക്ക് വാ. അങ്ങനെ അത് തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ ഷമീർ ദുആ ചെയ്തു. അല്ലാ പഠിച്ചോനെ, എൻ്റെ കാര്യം നീ ഏറ്റെടുക്കണേ അല്ലാ. എന്നാൽ സങ്കടത്തോടെ അതാ പള്ളിയിലെത്തിയ ഷമീറിനെ ആസിഫ് വെയിറ്റ് ചെയ്യായിരുന്നു. അല്ല, ഇതെന്തപ്പോൾ? അതെ, ഇന്ന് ഈ പള്ളിയിൽ കൂടാമെന്ന് വിചാരിച്ചു. എന്നും ഒരു പള്ളിയിൽ തന്നെ ആവണമെന്നില്ലല്ലോ. അങ്ങനെ ഫസ്റ്റത്തെ സൊഫിൽ സീറ്റ് പിടിക്കാനായിരിക്കുമല്ലേ പെട്ടെന്ന് നേരത്തെ? അതാണെന്ന് കരുതിക്കോ. എന്തൊക്കെ തന്നെയായാലും നിനക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ. നീ നിൻ്റെ ഇഷ്ടം പോലെയല്ലേ. അല്ലാതെ ആരെങ്കിലുമൊക്കെ വിവാഹം അന്വേഷിച്ചത് വിചാരിച്ചിട്ട് നിനക്കതിന് താല്പര്യമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഇതിന് നിൻ്റെ പിന്നാലെ നടക്കുന്നത്. സത്യമായിട്ടും എനിക്ക് നിന്നെ കൊണ്ടുവരാൻ താല്പര്യമൊന്നുമില്ലെന്ന്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പെണ്ണ് കാണില്ല എന്ന് വിചാരിച്ച് നിന്നെ കൊണ്ടുപോവാണ്. അപ്പോഴേക്കും അതാ ബാങ്ക് വിളിച്ചു. അവർ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. നിസ്കാരവും ദുആ ഖുർആൻ പാരായണവും എല്ലാം കഴിഞ്ഞു. അതെ, എപ്പോഴാ പോകുന്നത്? എന്താ ഇത്ര സുബഹിക്കനെ പെണ്ണ് കാണാൻ പോവുകയാണോ? അതല്ല, കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലൊന്ന് പോയി വരാം അല്ലേ? അങ്ങനെ അതാ ഷമീറിൻ്റെ കൂടെ ആസിഫ് അവൻ്റെ ആ ഒരു പുൽത്തകിട് നിറഞ്ഞ ആ ഒരു കൊച്ചു കുടിലിലേക്ക് യാത്രയാകുന്നു. ശരിക്കും ഷമീറിൻ്റെ വീട്ടിലേക്കുള്ള വഴി കണ്ടപ്പോൾ തന്നെ ആസിഫിൻ്റെ മനസ്സ് നിറഞ്ഞു. എന്തായാലും DGP സാറിൻ്റെ മോള് ഒരു മുതലാണ്. ഇത്രയ്ക്കും പ്രകൃതി രമണീയമായ ഈ ഒരു വഴിയും ഈ ഒരു സ്ഥലവുമെല്ലാം കണ്ടുപിടിച്ച് അവനെ അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടല്ലോ. ഏതായാലും മാഷാ അല്ലാ, വല്ലാത്തൊരു സന്തോഷം തന്നെ. എന്നാൽ ഷമീർ ഒന്നും അറിയുന്നില്ല. അവൻ്റെ വിചാരം ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന. എന്നാൽ അതാ ഷമീർ അകത്തേക്ക് കയറി. ഉമ്മ, ഇന്നെന്താ ചായക്ക് കടി? മോനെ എന്തുണ്ടാക്കാലോ? ഉമ്മതാ കുറച്ച് ചപ്പാത്തിക്കുള്ളത് വാട്ടിക്കുഴച്ച് ഉണ്ടാക്കുകയാണ് മോനെ. ഉമ്മ, ഇതിലേക്ക് എന്താ? മോനെ, ഇതിലേക്ക് എന്തും ആവാം. പിന്നെ ലിവർ കുറച്ച് വരട്ടിയതുണ്ട്. അത് ഇന്നലെ ഞാൻ വൈകിട്ടാണ് വെച്ചത്. അത് ചൂടാക്കാം പോരെ? അല്ല മോനെന്താ അങ്ങനെയൊക്കെ ചോദിച്ചത്? ഉമ്മ, ഒരു ഗസ്റ്റ് ഉണ്ട്. എൻ്റെ പൊന്നാര മോനെ, ഭക്ഷണം നല്ല രീതിയിൽ തന്നെ ഉമ്മ കുറച്ചുകൂടി ഉണ്ടാക്കാം. ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നല്ല ലിവർ വരട്ടിയതുമുണ്ട്. അത് ആ ഒരു ഇരുമ്പ് ചട്ടിയിൽ അടുപ്പത്ത് തന്നെ വെച്ചേക്കാണ്. അത് ഒന്നുകൂടെ ഒന്ന് കത്തിച്ച് നെരിയിപ്പിക്കണം. എന്നാൽ നല്ല രസമായിരിക്കും ചൂടോടെ. മോൻ്റെ കൂടെ ആരെങ്കിലും? അതെ ഉമ്മ, ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? ആരാടാ? ഉമ്മ അതാ ആ ഇരുന്നു കൊണ്ടുള്ള അടുപ്പിൽ പത്തിരി ചുട്ടുകൊണ്ടേയിരിക്കുന്നു. നല്ല ആട്ടുംപാൽ കറന്ന് ചായയും പിന്നെ ലിവറും
അതുപോലെ തന്നെ ഈ പത്തിരിയും ഇതൊക്കെ പോരെ മോനെ, ചപ്പാത്തിയൊക്കെ ആരാ മോനെ? എന്നാൽ പെട്ടെന്ന് ഉമ്മാ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഓ വലൈക്കും അസ്സലാം വറഹമത്തുള്ള, മോനായിരുന്നോ എന്ന് ഇവന് മിണ്ടിക്കൂടെ? എന്തിത് പിന്നാലെ ആയിപ്പോയത്? നിങ്ങൾ ഒരുമിച്ച് വരുന്നതാണല്ലോ. ഒന്നുമില്ലമ്മ, ഞങ്ങൾക്കിന്നൊരു വിടം വരെ പോകാനുണ്ട്. മോനെ എങ്ങോട്ടാ? അതും ഒരു പെണ്ണ് കാണലുണ്ട്. പെണ്ണ് കാണില്ലോ? ആർക്ക്? എന്താ മോൻക്കായാൽ പറ്റുമോ? എന്നാൽ അത് കേട്ട് ഉമ്മ വിഷമിച്ചു. എന്താ മോനെ ചെയ്യുക? നമ്മൾ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹിച്ചിരുന്നത് ശരിയാണ്, പക്ഷേ ഓള് പോയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതെന്നെ മനസ്സിൽ വെച്ചിരിക്കാൻ പറ്റുമോ? നമ്മൾ വേറെ ജീവിതത്തിലേക്ക് കടക്കല്ലേ വേണ്ടത്. അതിന് ഓൻ അങ്ങോട്ട് സമ്മതിക്കണമില്ല. ഇനി ഇപ്പോഴും നോക്കണ്ട, കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറയണത്. മോനെ സത്യമായിട്ടും അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി കഴിയുന്നത് കാണാൻ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. പക്ഷേ എന്താ ചെയ്യുക, എൻ്റെ കുട്ടിക്കിപ്പോൾ അതിന് താല്പര്യമില്ല. ഉമ്മ പ്രാർത്ഥിക്കണം നന്നായിട്ട്. ഓനെതിലപ്പുറത്താണ്. മോനെ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ പ്രാർത്ഥിക്കും. ഉമ്മ ഇന്നൊരു പെണ്ണ് കാണലുണ്ട്, അത് അവനോട് പറഞ്ഞിട്ടില്ല. ഉമ്മ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ എൻ്റെ സ്നേഹത്തിന് പെണ്ണ് കാണാൻ കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോണത്. മോനെ സത്യമാണോ? അതെ ഉമ്മ. അപ്പോൾ അവനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി പോവാണ്. ഉമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കണം, ഹയറാകാൻ വേണ്ടിയിട്ടും വേഗം നടക്കാൻ വേണ്ടിയിട്ടും യാതൊരു തട്ടുമുട്ടും ഇല്ലാതെ അത് രക്ഷപ്പെടാൻ, അത് ശരിയാകാൻ വേണ്ടിയിട്ടും ഉമ്മ പ്രാർത്ഥിക്കണം കേട്ടോ. മോനെ ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും പ്രാർത്ഥിക്കും. എൻ്റെ കുട്ടിക്ക് വേണ്ടി എന്നെ പ്രാർത്ഥിക്കണത് എപ്പോഴാണ് മോനെ? എവിടെയാ സ്ഥലം? ഉമ്മ അത് അധികം ദൂരമൊന്നുമില്ല, അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽസൊക്കെ പറയാം. മോനെ ഏതായാലും എൻ്റെ പ്രാർത്ഥന പഠിച്ചു സ്വീകരിച്ചു. ഞാൻ അങ്ങനെ വിചാരിക്കരുത് എൻ്റെ കുട്ടിയുടെ മനസ്സൊന്ന് മാറ്റണേ അല്ല എന്നുള്ളത്. ഉമ്മ എന്നാൽ അവൻ്റെ മനസ്സെല്ലാം മാറിയിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ കൊണ്ടുപോവാണ്. മോനെ കൊണ്ടുപോയിക്കടാ, എൻ്റെ കുട്ടിയുടെ മനസ്സൊന്ന് ക്ലിയറാക്കി നന്നാക്കി കൊണ്ടുപോവാ. ഒരാൾ അങ്ങനെ ആയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആണെന്നില്ലല്ലോ എല്ലാവരും എന്ന് കരുതിയിട്ട് ആ വിഷമത്തിൽ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷെഫി ഉസ്താദ് ഓള് പോയതിന് ശേഷം അദ്ദേഹം വേറെ വിവാഹം കഴിച്ചു. അൽഹംദുലില്ലാ മാഷാ അല്ലാ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിലോ, ഇതിപ്പോൾ ഇവൻ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പോഴേക്കും ഇത്ര ടെൻഷൻ. അപ്പോൾ കല്യാണം കഴിച്ച ഷെഫി ഉസ്താദൊക്കെ റബ്ബേ എത്രമാത്രം ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ? ഉമ്മ അതൊക്കെ ശരി തന്നെയാണ്. എന്തായാലും ഉമ്മ ദുആ ചെയ്യ്. എന്നാൽ പെട്ടെന്ന് ഷമീർ, ഉമ്മ ഓക്കെ ഇല്ലേ? അവനെ കൃഷിയിടത്തിലേക്ക് എന്ന് നനക്കുവാൻ എന്തിനോ പോയതായിരുന്നു. മോനെ ഒക്കെ റെഡിയായി. അപ്പോഴേക്കും ഉമ്മ അതാ ചപ്പാത്തിയും പത്തിരിയും ആ ഒരു ലിവർ വരട്ടിയതും നല്ല ആട്ടുംപാൽ ചായയും എല്ലാം അതാ അവിടെ വിറകടുപ്പിൽ വെച്ചുണ്ടാക്കിയ ആ ഒരു ഫുഡെല്ലാം പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും. അത് അവൻക്കറിയാമായിരുന്നു. അങ്ങനെയടാ രുചിയോടുകൂടെ അവരത് കഴിക്കുമ്പോൾ ശരിക്കും ആസിഫ് ഓർത്ത് തൻ്റെ ഉമ്മയുള്ള കാലമായിരുന്നു. തൻ്റെ ഉമ്മയുള്ള കാലത്ത് വിറകടുപ്പിൽ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അന്നൊക്കെ അതല്ലേ ഉള്ളൂ, ഗ്യാസ് എന്നുള്ളത് പല വീട്ടിലും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, അതൊക്കെ അങ്ങ് ഓർമ്മകളായി. എന്നാൽ അതാ ഷമീറിൻ്റെ ഉമ്മയുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ആ ഒരു ഭക്ഷണം കഴിച്ചപ്പോൾ ആസിഫ് ഒരുപാട് പഴയ ആ ഒരു ഓർമ്മകളിലേക്ക് കടന്നുപോയി. സത്യമായിട്ടും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാലും ഉമ്മ മക്കളെ ഇട്ട് കഴിച്ചോളിട്ടോ, മോനെ ഇട്ട് കൊടുക്ക്. ഉമ്മ ഇതെവിടുന്ന ലിവർ? അതെ ഞാൻ ഓനോട് പറഞ്ഞു, മോനെ കുറച്ച് ലിവർ കിട്ടുമോ? നല്ലോണം നമുക്ക് ചെറിയ ജീരകവും കുരുമുളകൊക്കെ ഇട്ട് വെച്ചാൽ നല്ല രസമല്ലേ? പിന്നെ നല്ലോണം ചുവന്നുള്ളി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ വറവിട്ടാലേ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അത് അങ്ങനെയാണെങ്കിൽ പിന്നെ ചപ്പാത്തിക്കും പത്തിരിക്കും ഒന്നും കറി പോലും വേണ്ട, അതും കൂട്ടി കഴിച്ചാൽ മതി. അവന് പിന്നെ കറിൻ്റെ വലിയ ആവശ്യമില്ല. ഉമ്മ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു മാഷാ അല്ലാ, അടിപൊളി. പിന്നെ ഉമ്മയുടെ പത്തിരിയും ഈ ഒരു ചപ്പാത്തിയും, ഉമ്മ ഈ ഒരു പത്തിരി നിങ്ങൾ ചുട്ടത് അത് മോനെ ഞാനേ ചപ്പാത്തിക്ക് അതിൻ്റെ മാവ് ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഗസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്താട്ടി, തേങ്ങ ഉണ്ടായിരുന്നു അതങ്ങോട്ട് ചിരണ്ടിയിട്ടേ നല്ലോണം പൊടിയിലേക്ക് ചുടുവെള്ളം അതൊക്കെ ഒഴിച്ചിട്ട് നല്ല ഇലയിൽ പരുത്തുന്ന ഒരു പത്തിരി ഉണ്ട്, അത് മൺചട്ടിയിൽ അങ്ങോട്ട് ചുട്ടെടുത്ത് വാഴയില വെട്ടിയിട്ട് അതിലങ്ങോട്ട് അമർത്തിയിട്ട് അതും രസമാണ് മോനെ. ഉമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉമ്മ ഇത് കൈപ്പത്തിരിയല്ലേ? മോനെ പലയിടത്തും പല പേര് പറയും. ചിലയിടത്ത് പറയും തേങ്ങാപ്പത്തിരി, ചിലവർ പറയും കട്ടിപ്പത്തിരി, ചിലവർ പറയും കൈപ്പത്തിരി, അങ്ങനെയൊക്കെ. ഉമ്മ നല്ല രസമുണ്ട്. അരി അരച്ചും ഒക്കെ ഉണ്ടാക്കുമല്ലോ ടയർ പത്തിരി പോലെയൊക്കെ.
ആ മോനെ അത് വേറെ ഉണ്ട്. ഇത് നമ്മൾ വെറും പൊടി എടുത്തിട്ടാണ്. പൊടി ചുടുവെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് തേങ്ങ ഇട്ടിട്ട് ഉരുളകളാക്കി ഇലയിൽ വെച്ച് പരത്തിയിട്ട് ചുട്ടെടുക്കണ നല്ല കണലിൽ പത്തിരി ചട്ടിയിൽ ചുട്ടെടുക്കുമ്പോൾ അതിന് പ്രത്യേക രസമാണ് മോനെ. ഉമ്മ സത്യം പറഞ്ഞാൽ എല്ലാം നല്ല ടേസ്റ്റുള്ള അപ്പം, ടേസ്റ്റുള്ള ഇറച്ചിയും എല്ലാം, ചായയും റാഹത്തായി. ഉമ്മ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ചായ കുടിക്കില്ലേ, അതിനെന്താ മോനെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ കുട്ടിക്ക് ഒരു കൂടപ്പിറപ്പില്ലല്ലോ. സത്യം പറഞ്ഞാൽ മോനെ, എൻ്റെ കുട്ടിക്കൊരു കൂടപ്പിറപ്പ് ആയിക്കോട്ടെ ഇട്ടാണ് ഞാൻ ആ സീനത്തിൻ്റെ കാര്യം അത് അതിന് സമ്മതിച്ചത്. കാരണം അവരങ്ങനെ ജീവിക്കട്ടെ. ഈ ഒരു കുട്ടി ഉണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എതിരഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഒരു റാഹത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് വിചാരിച്ച്. എന്നാലേ എന്തായാലും മോനെ കിട്ടിയപ്പോഴേ ഓനക്കൊരു കൂട്ടായതുപോലെ. എന്നാലും ഈ വന്നല്ല തേടി പിടിച്ചോനെ. മാഷാ അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഉമ്മ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉമ്മയുടെ കൈകളില്ല. എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയതാണ്. ഉമ്മ നിങ്ങളുടെ കൈകൾ കൊണ്ടെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കണം ഉമ്മ, എനിക്ക് വേണ്ടി. പൊന്നു മോനെ, എന്തായാലും ഉമ്മ പ്രാർത്ഥിക്കുമല്ലോ. അങ്ങനെ അത് അവർ ചായയെല്ലാം കുടിച്ചു. ഈ സമയം ആസിഫ് പറഞ്ഞു, അല്ല ഷമീർ, നമുക്ക് പോണ്ടേ? എങ്ങോട്ട്? എൻ്റെ സ്നേഹിതൻ്റെ പെണ്ണ് കാണാൻ. ഓ അങ്ങനെ, അതിപ്പോൾ ഞാൻ വരണോ? പിന്നെന്താ, വരാം. എന്നാ വാ. അല്ല, ഈ ഡ്രസ്സിൽ ഈ കോലത്തിലാണോ വരുന്നത്? ഒന്നുമില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ വിചാരിക്കൂലേ ഇവൻ്റെ ഫ്രണ്ട് ഇത്രയ്ക്കും. ആ ഒന്നും കുഴപ്പമില്ലടാ. നമ്മളൊക്കെ മരിച്ചു പോകുമ്പോൾ ഇപ്പോൾ എന്താ കൊണ്ടുപോകല്? അതൊരു 3 കഷ്ണം തുണി, വേറെ ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല. അതൊക്കെ അവിടെ ഇട്ടിട്ട് പോകും. നമ്മൾ സന്തോഷത്തോടു കൂടി എന്തെല്ലാം വാങ്ങും, അതൊക്കെ ഇട്ടിട്ട് പോകും. ഏതായാലും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. അതൊക്കെ ശരി തന്നെയാണ്. മരണം അത് യാഥാർത്ഥ്യമാണ്, നിർബന്ധമായി പോകേണ്ടതുമാണ്. പക്ഷെ അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോഴേ അതും കൂടെ നമ്മൾ ചെയ്തില്ലെങ്കിലേ പടച്ചോനത്തുനിന്ന് കണക്ക് പറയേണ്ടി വരും കേട്ടോ. എന്താ നീ പറയുന്നത്? ആസിഫ് അത് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഷമീർ പറഞ്ഞത്. ഒന്നുമല്ല, വാടാ, വാക്ക് പാലിക്കണം. എന്തായാലും നീ ഉണ്ടാവും, ഞാൻ പറഞ്ഞതാണ്. ദയവായി വാ. ഞാൻ വരാം. അങ്ങനെ അവനൊരു ഡ്രസ്സ് ഇട്ട് മാറ്റി ഇറങ്ങുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ പറഞ്ഞു, അത് കുറച്ചുകൂടി പുതിയ ഡ്രസ്സുണ്ടോ? എന്താ ഇതുപോലെ? ഞാനകത്തേക്കൊന്നും കയറൂല, ഞാനവിടെ ജസ്റ്റ് കൂടെ വന്നൊരു സ്ഥിതിക്ക് അവിടെ. എന്താടാ എന്നാലും? എന്നാൽ ഈ വൈറ്റ് പോരെ? വൈറ്റ് മതി, ഏതിട്ടാലും നീ സുന്ദരനാണല്ലോ. ഓ പിന്നെ അങ്ങനെ പറയല്ലേ സാറേ. വേണ്ട സാറേ എന്നുള്ള വിളി വേണ്ട കേട്ടോ. അങ്ങനെ വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും എടുത്ത് ശരിക്കും നമ്മുടെ ഷമീർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മ ഒരു നിമിഷം, പഠിച്ചോനെ, എൻ്റെ കുട്ടി അറിയില്ല അത് ഓനക്ക് പെണ്ണ് കാണാൻ പോവാന്നുള്ള. റബ്ബേ നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ, ഹയറാക്കണേ അല്ലാ. എന്നാൽ ആസിഫ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ പോയിട്ട് വരാം ഇൻഷാ അല്ലാ, നിങ്ങൾ നല്ല രീതിയിൽ ദുആ ചെയ്യട്ടോ. അവനറിയാതെ കൊണ്ടുപോവാണ്. അവന് തീരെ താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട് തന്നെ അറിയാതെ കൊണ്ടുപോവാണ്. അങ്ങനെ മനമില്ല മനസ്സോടു കൂടി ഷമീർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, ഉമ്മ ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ മോനെ. ആ നിമിഷം ഉമ്മ 2 കൈകളും ഉയർത്തി പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാഹുവേ റഹ്മാനെ, നീ കാത്ത് രക്ഷിക്കല്ലാ. പടച്ച റബ്ബേ, എൻ്റെ കുട്ടിക്ക് ഹയറായൊരു കുട്ടിയെ നീ നൽകല്ലാ. ഉമ്മ ദുആ ചെയ്തു. അങ്ങനെ നമ്മുടെ ഷമീറും ആസിഫും പെണ്ണ് കാണാൻ വേണ്ടി പോകുകയാണ്. അതെ, കോഫി ഷോപ്പിലേക്ക് വരാനാണ് പറഞ്ഞത്. കോഫി ഷോപ്പിലേക്കോ? അതെന്താ, പെണ്ണിന് വീടില്ലേ? എൻ്റെ പൊന്നു ഷമീർ, എന്തെങ്ങനെ ടെൻഷനാകുന്നത്? അല്ല, ഞാൻ ചോദിച്ചു, ചിലപ്പോൾ അങ്ങനെ പാർക്ക് ഉള്ള കാര്യങ്ങളിലൊക്കെ പോവുമല്ലോ, അതുകൊണ്ട്. ഏത് കോഫി ഷോപ്പാ? അത് ഞാൻ കാണിച്ചു തരാം. ആസിഫ് വാഹനം മുന്നോട്ടെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കാണുന്ന കോഫി ഷോപ്പാണ്. അവിടേക്ക് അവൾ വരും. അവളുടെ ഫാമിലി ഉണ്ടാവും. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടും അങ്ങോട്ടെത്തും. അങ്ങനെ എന്തിനാണ് എൻ്റെ പൊന്നു ആസിഫ് ഇങ്ങനെയൊക്കെ? ഇതിനൊക്കെ വേണ്ടി വന്നത് എന്തിനാ? എടാ നീ ഒന്ന് ടെൻഷനാകാതിരിക്കേ. ശരിക്കും ഷമീറിന് തൻ്റെ മാനസിക നില തന്നെ ആകപ്പാട് തെറ്റിയ രീതിയിലായിരുന്നു എല്ലാം കണ്ടിട്ട്. എങ്കിലും ആസിഫിൻ്റെ ആശ്വസിപ്പിക്കലോടെ അത് കുറേയൊക്കെ റെഡിയായി വന്നു. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ബ്ലാക്ക് കാറിൽ ആരോ വന്ന് ഇറങ്ങുന്നു. എന്നാൽ ഷമീർ ഒരു നിമിഷം അങ്ങോട്ട് നോക്കി. അവരായിരിക്കും, മണവാട്ടിയും അവരുടെ ടീമായിരിക്കും. അവരെ കാണണ്ടല്ലോ വെറുതെ. അല്ല, ആസിഫ് ചെക്കനെത്തിയോ? ചെക്കനെത്തിയിട്ട് അല്പസമയമായി.
ചെക്കൻ അല്പസമയമൊക്കെയാണ് എത്തിയിട്ട്. എന്നിട്ട് എവിടെ? അവനവിടെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കാണാം കേട്ടോ, എന്തായാലും എന്നെ ക്ഷണിച്ചതല്ലേ, അതുകൊണ്ട്. പിന്നെ കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ട് ഒരു നിമിഷം അതാ ഷമീർ ഞെട്ടി. DGP സാറിൻ്റെ മോള് ആയിഷയും DGP സാറും ഭാര്യയുമാണല്ലോ ആ കാറിൽ നിന്ന് ഇറങ്ങിയത്. ഒരു നിമിഷം അവന് ഞെട്ടിപ്പോയി ആസിഫ്. അപ്പോൾ അതെ, ആ പെണ്ണിനെയാണ് എൻ്റെ കൂട്ടുകാരനെ കല്യാണം ആലോചിച്ചത്. പിന്നെ നിന്നോട് പറഞ്ഞപ്പോൾ നീ അത് വേണ്ടെന്ന് വെച്ചു. ശരിക്കും ആസിഫിനെ നേരെ അതാ ഷർട്ടിന് പിടിച്ചുകൊണ്ട്, ആസിഫ് നീ എന്തേ പറയുന്നത്? അതേടാ, സത്യമായിട്ടും അവൻ്റെ ഭാഗ്യമല്ല എന്ന് പറയാനാ, നിനക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോഴേക്കും പെട്ടു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ആ പെണ്ണിൻ്റെ നിക്കാഹിന് വേണ്ടിയിട്ടുള്ള പെണ്ണുകാളിലാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതും, നമ്മൾ അവരെ ഗസ്റ്റായിട്ട് വന്നതാണ്. എന്നാൽ ശരിക്കും ഷമീറിന് എന്തൊക്കെയോ ടെൻഷനായിപ്പോയി. കണ്ണുകളിൽ ഇരട്ടടക്കുന്ന പോലെ. ആസിഫ്, എനിക്ക് എന്താ നീ എന്തിനു വിഷമിക്കുന്നത്? നിൻ്റെ പെണ്ണല്ലല്ലോ, നിൻ്റെ പെണ്ണാ മറ്റോളല്ലേ. ഇതൊരിക്കലും നിൻ്റെ പെണ്ണല്ല, നല്ല പരിശുദ്ധിയായ പെണ്ണാണ്. പിന്നെന്തിനാ നീ കരയുന്നത്? ശരിക്കും അതാ ഷമീറിന് കണ്ണുകൾ നിറഞ്ഞു പോയി. ആസിഫ്, ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു പോയതാടാ, എനിക്കും മനസ്സിലിഷ്ടമുണ്ടായിരുന്നു, പക്ഷേ സാരല്ല. അവൻ കണ്ണുകൾ തുടച്ചു. എന്താ എൻ്റെ ഷമീർ, കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ? നീ എന്ത് വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, നീ എന്ത് കൊച്ചു കുട്ടികളെ പോലെ? ഒന്നുമില്ല, ഞാൻ ഒന്നും അറിയാതെ എന്തൊക്കെയോ. ഒന്നും സാരല്ല. എന്നാലും ഏതായിരിക്കും ആ ചെക്കൻ? ആയിഷയെ മറ്റൊരുത്തിന് വിവാഹം കഴിക്കുകയെ? എന്നാൽ അതാലോചിച്ചപ്പോൾ ഷമീറിൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. അതെ, ആസിഫിൻ്റെ കൂടെ വരേണ്ടില്ലായിരുന്നു. ഈ ഒരു കാഴ്ച കാണാനാണെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ആസിഫ് എന്ന് പറഞ്ഞു വിതുമ്പിക്കൊണ്ട് അവൻ. നീ റിലാക്സ് ആവ്, കൂൾ ഡൗൺ. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ആയിഷയും ഉമ്മയും ഉപ്പയും അവിടെ കോഫി ഷോപ്പിലെ ടേബിളിൽ ഇരുന്നിരുന്നു. അതെ, ആരെയോ വെയിറ്റ് ചെയ്യുന്ന പോലെ. എന്നാൽ ഈ സമയം ആസിഫ്, അതെ നമുക്ക് അങ്ങോട്ട് പോയാലോ, അവരുടെ കൂടെ കുറച്ച് സമയം ഇരിക്കാലോ? ഞാനില്ല. എന്താ ഷമീർ നീ ഇങ്ങനെ? അതെ, നമ്മളൊരിക്കലും വന്ന വഴി മറക്കാൻ പാടില്ല. DGP സാറിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് നിനക്ക് പെട്ടെന്ന് ഈ ജോലി സെറ്റായതും ഒക്കെ. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഒന്നുമല്ല, അവരുടെ മകളുടെ ഒരു പെണ്ണ് കാണലിന് നമുക്കൊന്ന് പോയി നോക്കാം. അതിനെന്താ, ചെക്കനിപ്പോഴെത്തുമല്ലോ. എനിക്ക് കാണാൻ കഴിയില്ലടാ. അതിനെന്താ, നിൻ്റെ പെണ്ണൊന്നല്ലല്ലേ, പിന്നെന്താ? അല്ല, എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു. ഇനി ഒരിക്കലും ആ ഒരു കാഴ്ച കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങോട്ട് വന്നേ. ഷമീറിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആസിഫ് അതാ കോഫി ഷോപ്പിലേക്ക് നടക്കുന്നു. എന്നാൽ ഷമീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തിനാ പതക കാണുന്നത്? ആസിഫ്, എന്തിനു വേണ്ടിയിട്ട്? അവർ ജീവിച്ചോട്ടെ, നമ്മളാരും വലിയൊരു കട്ടുറുമ്പായിട്ട് പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മനമില്ല മനസ്സോടു കൂടി അതാ ഷമീർ സഫീറിൻ്റെ പിറകിലായി നടക്കുന്നു. ആയിഷയും കുടുംബവും അവനെ കാത്തിരിക്കുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഷമീർ അറിയുന്നില്ല, അതെ, ഞാൻ പെണ്ണ് കാണാൻ പോകുന്നത് ആയിഷയെ ആണെന്നുള്ളത്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിരിക്കും ഷമീർ അതറിയുമ്പോഴുള്ള അവസ്ഥ? നമുക്ക് കാത്തിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഒരുപാട് അസുഖം ഭേദമായിട്ടോ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ അസുഖമായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെയൊക്കെ ഖബറുടെ നീ സ്വർഗ്ഗപ്പൂന്താപ്പാക്ക് റഹ്മാനേ, ആമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ദുആയിൽ ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്തും. ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും അല്ലാഹു നൽകാതിരിക്കട്ടെ. നല്ല ഖൈറായ ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.